ഹലോ കൂട്ടുകാരെ, ചെമ്പനീർ പൂവിൻ്റെ പുതിയ പ്രൊമോ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാളത്തെ പ്രൊമോയിൽ നമുക്ക് കാണാൻ കഴിയും നമ്മുടെ സച്ചി വരുന്നുണ്ട്. സച്ചി കാറിന് ഇറങ്ങി വരുന്ന സമയത്ത് രേവതി ഇരുന്ന് പൂ കിട്ടണം. ആ സമയത്ത് സച്ചി ചോദിക്കേണ്ടത് എന്താ നിൻ്റെ മുഖത്തൊരു വാട്ടൻ രേവതിയെ ചോദിക്കേണ്ടത് എന്താണ് എന്തൊരു ക്ഷീണം പോലെ എന്ന് പറയുമ്പോൾ അവൾ ഒന്നുമില്ല സച്ചി ചേട്ടാന്ന് പറഞ്ഞു. അപ്പോൾ സച്ചി തൊട്ട് നോക്കുന്നുണ്ട്. അപ്പോൾ രേവതിക്ക് നല്ല പനിയാണ്. അപ്പോൾ രേവതിയോട് പറയുന്നത് നീ പൂകെട്ടിലൊക്കെ ഒന്ന് നിർത്ത് വായ പോയിട്ട് കടക്കാമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ എന്തായാലും അവൾ ശ്രുതിയുടെയും റൂമിൽ കൊണ്ടുപോയി കടത്താൻ നോക്കുന്നുണ്ട്. അവൾ പറയുന്നില്ല ഞാൻ പുറത്ത് കടന്നോളാം എന്ന് പറയുന്നുണ്ട് രേവതി. അത് പറ്റില്ല, നീ ഇവിടെ തന്നെ കിടക്കണം, നീ ഇവിടെ റെസ്റ്റ് എടുക്കുക, ഞാൻ പോയി പുറത്ത് പോയി മരുന്ന് വാങ്ങിയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് സച്ചി പോകുന്നുണ്ട്. ആ സമയത്താണ് നമ്മുടെ ശ്രുതി കയറി വരുന്നത്. ശ്രുതിയും കയറി വരുന്നുണ്ട്. ശ്രുതി പറയുന്നുണ്ട് എന്താ ഇവള് രേവതി നമ്മുടെ റൂമിൽ കയറി കിടക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അമ്മയെന്ന് വിളിക്കുന്നുണ്ട് ശ്രുതി. അപ്പോൾ ചന്ദ്ര വരുന്നുണ്ട്. ചന്ദ്ര പറയുന്നുണ്ട് ഇവളെ ഞാൻ കാണിച്ചു കൊടുക്കുക, അവളിപ്പോൾ എന്തിനാ ഇവിടെ കയറി കിടക്കണം എന്ന് പറഞ്ഞിട്ട് അവളെ എണീപ്പിച്ചിട്ട് അവളൊക്കെയാണെങ്കിൽ വല്ലാത്ത ക്ഷീണം കാരണം ഒന്ന് നല്ല മയങ്ങിയാണ്. അപ്പോൾ അവളെ നല്ല തട്ടി നീപ്പിച്ച് പുറത്ത് കൊണ്ടുപോയി തള്ളണം. ആ തള്ളുമ്പോഴാണ് സച്ചിയുടെ മുന്നിലേക്കാണ് തള്ളി വിടുന്നത്. അപ്പോൾ സച്ചി അവിടെ വരുന്നുണ്ട്. സച്ചി പറയുന്നുണ്ട് നിങ്ങൾക്ക് എന്താ ഇവളോട് ഇത്ര ദേഷ്യം എന്നൊക്കെ പറഞ്ഞിട്ട് അവളോട് പറയുന്നുണ്ട് നിങ്ങൾ എന്തിനാ അവളെ തള്ളണം, അവൾക്ക് പനിയായിട്ട് ആ റൂമിലൊന്ന് കടന്നതിന് നിങ്ങൾക്ക് എന്താ അത്രമാത്രം പറയാനുള്ളത് എന്നൊക്കെ പറയുന്നുണ്ട്. ഇത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ പ്രൊമോ അവസാനിക്കുന്നത്. ഇനി വരുന്ന എപ്പിസോഡ് നമുക്ക് കാണാൻ കഴിയുന്നത് എന്തായാലും രവി ചന്ദ്രയ്ക്ക് ശിക്ഷ കൊടുക്കേണ്ടത്. ചന്ദ്രയോട് പറഞ്ഞിട്ട് നീ രേവതിയുടെ കൂടെ കിടക്കണം എന്നൊക്കെ പറയുന്നത്. എന്തായാലും ശ്രുതി രേവതി ചന്ദ്രയും കൂടിയാണ് കിടക്കുന്ന സമയത്ത് ശ്രുതിക്ക് ചന്ദ്രയുടെ കൂർക്കം വലി സഹിക്കാൻ പറ്റാതെ ആവുന്നുണ്ട്. അവൾ ചന്ദ്ര വല്ലാതെ കൂർക്കം വലിക്കുന്നുണ്ട്. അവളെ കൂർക്കം വലിക്ക് സഹിക്കാൻ പറ്റാതെ ആവുന്നുണ്ട്. പിന്നെ ഇവിടെ രവിയും ശ്രുതിയും ഒക്കെയാണ് കിടക്കണം, സച്ചിയൊക്കെയാണ് ഇവിടെ കിടക്കണം, ഈ റൂമിൽ കിടക്കണത്. അങ്ങനെയാണ് ഈ ആഴ്ചത്തെ എപ്പിസോഡ് കാണാൻ പോകുന്നത്. പിന്നെ നമ്മൾ കാണാൻ കഴിയുന്ന രേവതിയെ കൂടിയിട്ട് സച്ചി ആസ്പത്രി പോകുന്നുണ്ട്. ആസ്പത്രി പോകുന്ന സമയത്താണ് നമ്മുടെ ആദ്യനെ ആക്സിഡൻ്റ് ആയിട്ട് കൊണ്ടുവരുന്നത്. ശ്രുതിയുടെ കുട്ടീനെ കൊണ്ടുവരുന്നുണ്ട്. ആദ്യക്കാണെങ്കിൽ 2 കണ്ണിന് കാഴ്ച നല്ല പോകുന്നുണ്ട്. അപ്പോൾ ഡോക്ടർ പറയുന്നുണ്ട് പെട്ടെന്ന് എമർജൻസി ആയിട്ട് ഓപ്പറേഷൻ വേണമെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഓപ്പറേഷനൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ സച്ചി രേവതി അതൊക്കെ നിന്ന് കാണുന്നുണ്ട്. വിമലയ്ക്കും ആദ്യക്കും ആരില്ലാത്തതുകൊണ്ട് അവസാനം വരെ സച്ചി രേവതി കൂടെ അവരുടെ ഒപ്പം നിൽക്കുന്നുണ്ട്. ആ സമയത്താണ് ശ്രുതിയെ ഫോൺ വിളിക്കുന്നുണ്ട്. ശ്രുതി വരുന്നുണ്ട്. ആ സമയത്ത് സച്ചിയുടെ മുന്നിൽ പെടുന്നുണ്ട്. ഇതുപോലുള്ള പ്രൊമോ വിശേഷങ്ങൾ നിങ്ങളുടെ മുന്നിൽ എളുപ്പത്തിൽ എത്താൻ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഇതുപോലെ നിങ്ങൾക്ക് മുൻപായിട്ടുള്ള എപ്പിസോഡിൻ്റെ വിശേഷങ്ങൾ അറിയാൻ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണേ.